ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഇന്നലെ എല്ലാ മാർക്കറ്റുകളും വൊളാറ്റിലിറ്റിയിൽ പല മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്ക ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്പ് മിക്സഡ് ആയിരുന്നു. ഏഷ്യയും ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, അല്ലെങ്കിൽ ചില മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലും ഗോൾഡും വീണ്ടും താഴെ വരികയാണ്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അയവ് വന്നു എന്നുള്ള ന്യൂസാണ് ഇതിന് കാരണം. ഗോൾഡിൻ്റെ ഇന്നത്തെ പ്രൈസ് $3,355 പെർ ഔൺസാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $69 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ, അലുമിനിയം, സിങ്ക് എല്ലാ കമ്മോഡിറ്റികളും മുന്നേറുകയാണ്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ അമേരിക്കയിലത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളാണ് മുന്നേറിയിട്ടുള്ളത്. മൈക്രോസോഫ്റ്റ് വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.61 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ AI റിലേറ്റഡ് വലിയ പ്രൊജക്റ്റിൽ മൈക്രോസോഫ്റ്റിന് വലിയ പ്ലേസ് ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഇത്തരത്തിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള സ്റ്റോക്കുകൾ ഗർവാറെ ടെക്നിക്കൽ ഫൈബേഴ്സ്, റിലയൻസ് ഇൻഫ്ര, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ആക്മെ സോളാർ, മഹീന്ദ്ര ലൈഫ് സയൻസസ്, അതോടൊപ്പം തന്നെ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയറിംഗ്, ഈ കമ്പനികളൊക്കെയാണ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ. ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാൻ സാധ്യതകളുണ്ട്. ഓവറോൾ എന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റിയും സെൻസെക്സും നല്ല രീതിയിൽ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.